കേരളത്തിലെ കാത്തലിക് സഭയും മറ്റുള്ള ക്രൈസ്തവ സഭകളും കേരളത്തിൽ ഈ നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഡിബേറ്റിലോട്ട് അങ്ങ് പോയി. അവരുടെ FCRA ബന്ധപ്പെട്ട് അതൊരു ഇഷ്യൂ ആണ്. അതിൻ്റെ അകത്ത് കയറി സ്ഫോടനാത്മകമായ രീതിയിലുള്ള ഡിബേറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. ഇതിങ്ങനെ ഓരോ ദിവസവും ഓരോ മലയാളിയും അത് മനസ്സിലാക്കാൻ, നോർത്ത് ഇന്ത്യക്കാരനല്ല മലയാളി. മലയാളിയുടെ DNA എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ DNA അല്ല, അത് വ്യത്യസ്തമായ DNA തന്നെയാണ്. അതുകൊണ്ടാണ് മലയാളികൾ ഗ്ലോബലൈസ്ഡ് ആയത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കേരളമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? മലയാളിയുടെ എഡ്യൂക്കേഷൻ, അവൻ്റെ ഗ്രോത്ത്, അവൻ്റെ ബോധം, അവൻ്റെ പൊളിറ്റിക്കൽ ബോധം, അതിലാണ് മലയാളികൾ ഗ്ലോബലി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അവരെ മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതതിൻ്റെ കാര്യം. അത് BJPക്ക് മനസ്സിലായതിന് ശേഷമാണ് പിടികിട്ടിയത് കേരളത്തിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. ചെയ്തില്ല എങ്കിൽ അതവർക്ക് ഗ്ലോബലായിട്ട് തന്നെ പ്രശ്നമുണ്ടാകും. ഡയസ്പോറ അങ്ങനെയൊക്കെ പല പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം പല ആൾക്കാർക്കും പിടികിട്ടി ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ട ഇതൊന്നുമല്ല. ഈ പല ആൾക്കാരും, പല ക്രൈസ്തവർ ഉൾപ്പെടെ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള സംഭവം അതിൻ്റെ പേരിലാണ് ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കുന്നത്. ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഈ പറയുന്ന സംഘപരിവാറിന് ഇന്ത്യയിൽ 16% അല്ലെങ്കിൽ 17% മുസ്ലിങ്ങളെ 1% പോലും ഭയമില്ല. അവർ മറ്റുള്ള BJP ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ പറയുന്ന വോട്ട് തട്ടാനുള്ള ശ്രമം മാത്രമാണ്. അവരുടെ ഇസ്ലാമിക ചിന്തയും ടെററിസവും ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് മാസീവായിട്ട് ഹിന്ദുത്വത്തിനൊരു ബേസ് വേണം. എന്തിനു വേണ്ടിയാണ് ഹിന്ദുത്വം? ആ ബേസിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ, അതായത് വോട്ടേഴ്സിൻ്റെ മുമ്പിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ് മുസ്ലിം എന്ന് പറയുന്ന സംഭവം. അല്ലാതെ സംഘപരിവാറിൻ്റെ ഇൻ്റലക്ച്വൽസിനും അവരുടെ അജണ്ട ഫിക്സ് ചെയ്യുന്നവർക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയെ 1% പോലും ഭയമില്ല. പക്ഷേ അവർക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അവർക്ക് 100% അല്ല 1000% ഭയമാണ്, പേടിയാണ് സംഭവം. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളവർ മനസ്സിലാക്കേണ്ടത്, അവർ ഈ ലോവർ കാസ്റ്റ്, ഈ പണ്ട് ഈ മുഗൾ സമയത്ത് അവരത് കൺവേർട്ട് ചെയ്ത് വന്നവരാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ കേരളത്തിൻ്റെ കാര്യമല്ല, നോർത്തേൺ ഇന്ത്യ. ഇന്ത്യയിലൊരു അപ്പർ കാസ്റ്റ്, അതായത് അങ്ങനൊരു കൂട്ടരുണ്ട്, എലീറ്റ് മുസ്ലിംസ്. അത് ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനിൽ അത് ഇന്ത്യ വിട്ടങ്ങ് പോയി, അവർ പാകിസ്ഥാനിലോട്ടങ്ങ് പോയി. പിന്നീട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഈ കേരളത്തിലെ സുഡാപ്പികളും കിടാപ്പികളും പറയുന്ന പോലൊന്നുമല്ല. അവന്മാർക്ക് കോപ്പറിയാം അതിനെപ്പറ്റി. ഇന്ത്യയിലെ അവശത അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിലെ, അതായത് OBC എന്ന് പറയുന്ന ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി. നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴും ഡൽഹി സിറ്റിയിൽ പോകുമ്പോഴും നിങ്ങൾ 100 പേരെ എടുത്താൽ അതിൻ്റെ അകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ ലോവർ മിഡിൽ ക്ലാസ്, ബാക്കിയെല്ലാം ബിലോ പോവർട്ടി ലൈനിലാണ്. കാരണം രക്ഷപ്പെട്ടിട്ടില്ല. ഒന്നാമത് എഡ്യൂക്കേഷൻ, കാരണം അവരുടെ മതത്തിലെ നിയമങ്ങൾ, ആ നിയമം, ഇത് ചള്ള് കൊടച്ചക്കരം. കാരണം ആ കമ്മ്യൂണിറ്റി രക്ഷപ്പെടില്ല എന്ന്, ഇന്ത്യയിൽ രക്ഷപ്പെടില്ല എന്ന്, കേരളത്തിൽ രക്ഷപ്പെട്ടു, ഇന്ത്യയിൽ രക്ഷപ്പെടില്ല എന്ന് ഈ പറയുന്ന സംഘപരിവാറിന് വളരെ കൃത്യമായിട്ടറിയാം. കാരണം അതിനെ കൊണ്ടുപോകാൻ ലീഡർഷിപ്പ് വേണ്ടായോ? അവർക്ക് ഏത് രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കണം, അതിനൊരു ലീഡർഷിപ്പ് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നോർത്ത് ഇന്ത്യയിൽ, നിങ്ങൾ ഹൈദരാബാദിലെ ഒവൈസിയെ മാറ്റി അങ്ങ് നിർത്ത്. ഈ പറയുന്ന കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടിക്കകത്താണ്, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ഒരു കൊള്ളാവുന്നൊരു ലീഡർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇന്ത്യ മുഴുവനും അവരെ അറിയപ്പെടുന്നൊരു ലീഡർ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഉണ്ടാകത്തില്ല. കാരണം ആ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട്
ഐസൊലേറ്റഡ് ആയിപ്പോയി. ഇതാണ് എൻ്റെ കാര്യം. ആ കമ്മ്യൂണിറ്റി രക്ഷപ്പെടില്ല എന്നും സംഘപരിവാറിൻ്റെ ഇൻ്റലക്ച്വൽസ് അവർക്ക് കൃത്യമായിട്ടറിയാം. അതങ്ങ് പോയി, അതവിടെ കിടന്ന് അനുഭവിച്ച് മക്കളെ പ്രസവിക്കാതിരിക്കുകയോ 7 10 പ്രസവിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവർ അധികം പേര്, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്, ഇന്ത്യൻ ജയിലുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ദളിറ്റ്സ് ആയിരുന്നു ഒരു സമയത്ത്. ഇന്ന് ആ ദളിറ്റ്സ് മാറിയിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ പല ജയിലുകളിലുള്ളത്. അതിൻ്റെ കാര്യം എന്ത്? കാരണം എഡ്യൂക്കേറ്റഡ് അല്ല, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഈ പറയുന്ന ഗുണ്ടായിസോ അതും ഇതും മോഷണവും പ്രശ്നങ്ങളുമായിട്ട് അതിനെ ഉദ്ധരിക്കാൻ കഴിയാത്ത കിഴങ്ങന്മാരാണ് ഈ കേരളത്തിലെ സൂടാപ്പികൾ. അതുകൊണ്ടാണ് അവന്മാർക്ക് ഈ ബോധം, അതായത് അവന്മാർക്ക് ബോധമില്ല. ആദ്യം ആ കമ്മ്യൂണിറ്റിയാണ് എടുത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ആ ടോപ്പിക്കിലോട്ട് വരികയാണ്. FCRAയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ BJPക്കാരൊക്കെ ചോദിക്കുന്നു, ഹിന്ദു സംഘടനകൾക്കാണ് ഏറ്റവും കൂടുതൽ FCRA വരുന്നത്. സത്യമാണ്. പക്ഷേ FCRA ഇവർക്ക് രജിസ്ട്രേഷനുണ്ട്. നിങ്ങൾ എടുത്തു നോക്കുക, കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് എത്ര ഹിന്ദു സംഘടനകളുടെ രജിസ്ട്രേഷനാണ് ക്യാൻസൽ ചെയ്തത്. ഈ ഹിന്ദു സംഘടനകളുടെ പല ഈ സാധനം പണം വരുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനെപ്പറ്റി നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ആദ്യം അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്യുക. ഇപ്പം കേരളത്തിൽ മാത്രമാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അമ്പലങ്ങളുള്ളത്, അതായത് ആക്ടിവിറ്റീസ് ഉള്ളത്. കാരണം ഇത് റൺ ചെയ്യണമല്ലോ. ഈ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡുള്ളത്? നോർത്ത് ഇന്ത്യയിൽ 50 അല്ല 60% ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അത് റൺ ചെയ്യുന്നുണ്ട്, ഡൊണേഷൻ കിട്ടുന്നുണ്ട്, അവർക്ക് കാണിക്ക കിട്ടുന്നുണ്ട്, അതിന് മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അതുമായി അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ വലിയൊരു ശതമാനം ക്ഷേത്രങ്ങൾ എന്തുവാ അടച്ചുപോയതിൻ്റെ കാര്യം എന്തുവാ? ഇതൊക്കെ സ്റ്റഡി ചെയ്യേണ്ട ടോപ്പിക്കാണ്. ഇത് സ്റ്റഡി ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്താണ് പ്രശ്നം ഉണ്ടായത്. അതായത് അവിടെ കോൺട്രിബ്യൂഷനില്ല, പല ക്ഷേത്രങ്ങളും അടച്ചുപോയി, കാരണം അവിടെ പൂജാരിയൊന്നുമില്ല. പല പൂജാരികൾക്ക് ഇവിടെ പ്രൈവറ്റ്, പല പൂജാരികളും ഏറ്റവും തമാശയെന്ന് പറഞ്ഞ് ഹിന്ദു റിലീജിയൻ്റെ അകത്ത് പല പൂജാരികൾ 5 വർഷം 10 വർഷം കഴിയുമ്പോൾ സ്വന്തമായിട്ടങ്ങ് ദൈവമാവുക. പിന്നെ മറ്റൊരു പൂജാരി വരുക. ഈ വരുന്ന ദൈവങ്ങളോ നിങ്ങൾ നോക്കുക, പല ആശാറാം ബാപ്പു യോഗ ഗുരു ദൈവമായി, അങ്ങനെ പല സംഭവങ്ങൾ ദൈവങ്ങളങ്ങായി. ഈ ദൈവങ്ങളെല്ലാം പല കേസിലും പിടിച്ച് ഗവൺമെൻറ് അകത്തിട്ടു. എന്നിട്ട് ആശാറാം ബാപ്പു, റാം റഹീം, അങ്ങനെ പല ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കുക, പല ബാബാമാരെ. ഇവരെ ജീവപര്യന്തം തടവിന് വരെ ശിക്ഷിച്ച ബാബാമാരുണ്ട്. ഇവരെ എല്ലാം ഗവൺമെൻറ് കഴിഞ്ഞിടയ്ക്ക് അങ്ങ് ഇറക്കി വിട്ടു. എന്താ കാര്യം? കാരണം ഈ ബാബാമാർ പോയി കഴിഞ്ഞ് ഇവരുടെ ഡിസൈപ്പിൾസ് ഉണ്ട്. ഇവർക്കൊക്കെ ഡിസൈപ്പിൾസ് ഏകദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 10,000 5,000 ഒന്നും അല്ല, വലിയൊരു ഹ്യൂജ് ഡിസൈപ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, UP ഒരു ബാബ, അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫറൻസോ പരിപാടിയോ ദിവ്യദൃഷ്ടിയോ ഒക്കെ നടത്തി കഴിഞ്ഞ സമയത്ത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഓർമ്മയുണ്ടായിരിക്കും, 10 സ്റ്റാമ്പേഡ്. ഈ സ്റ്റാമ്പേഡിൽ കൊല്ലപ്പെട്ട മഹാഭൂരിപക്ഷം ദളിതും ബാക്ക്വേർഡ് ക്ലാസ്സാണ്. ഈ ബാബാമാരെല്ലാം ഒരു അപ്പർ കാസ്റ്റ്, ഒരു OBC ആ രീതിയിലാണ് പോകുന്നത്. എന്നിട്ട് ഈ ബാബാമാരും കേസും പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞ് അകത്ത് കിടക്കുമ്പോൾ ഈ പറയുന്ന ഒരു വാക്വം, അതായത് ഒരു സ്പിരിച്വൽ വാക്വം എന്ന് പറയുന്ന ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ സ്പിരിച്വൽ വാക്വം പറയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് പെനട്രേറ്റ് ചെയ്യുമ്പോൾ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സഭയ്ക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ബാബാമാരെ മുഴുവൻ ഇപ്പോൾ തുറന്നു വിട്ടേക്കുക. പുതിയ ബാബാമാരെ ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽസ് എൻകറേജ്. ചെറുപ്പക്കാർ 22 30 32 വയസ്സുള്ള പുതിയ ബാബാമാർ വരുന്നുണ്ട്. പൊട്ടത്തരം മാത്രമേ പറയുന്നുള്ളൂ. ബേസിക്കലി ഇതിനകത്ത് ഹിന്ദു മിഥോളജിക്കകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞ്, എഡ്യൂക്കേഷൻ ഇല്ലാത്തവൻ വിശ്വസിക്കും, അല്ലെങ്കിൽ അവർ വളരെയധികം ബ്രെയിനി അല്ലാത്ത ആൾക്കാരായിരിക്കും. അതിൻ്റെ അത് ഏറ്റവും വലിയ പ്രധാനമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് സനാതന ധർമ്മത്തിനകത്ത് ഏറ്റവും പ്രധാനമാണ് മനുസ്മൃതി. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ഒരാൾ ഈ മനുസ്മൃതി അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ധരിക്കുന്നത്? സിമ്പിളാണ്, അതിന് ദൂരക്കളായി. ഇതാണ് ഇന്ത്യയിലെ ഈ പറയുന്ന സനാതന ഹിന്ദു മിത്തോളജി ഡിക്ലൈൻ ചെയ്യാനുണ്ടായ ബേസിക് റീസൺ.
ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ കിട്ടാതിരിക്കുക, അതാണ് ഏറ്റവും സംഭവം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മന്ത്രവാദികളുണ്ട്, ഇഷ്ടംപോലെ എല്ലാ സ്റ്റേറ്റിലൊക്കെ ഇഷ്ടംപോലെ ബാബാമാരുമുണ്ട്. ഇപ്പോൾ ഒരു തുണിയില്ലാത്ത ബാബ ഒരു കോണ കൊടുത്തുകൊണ്ട് യാത്ര നടത്തുകയാണ്. അയാളുടെയും കൂടെ നടക്കുന്ന ഏറ്റവും ദലിറ്റ്സാണ്. ഇതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല ഇവിടുത്തെ ഈ പറയുന്ന ഹിന്ദു സ്പിരിച്വൽ ലീഡേഴ്സ്. എന്നാൽ പറഞ്ഞു കൊടുക്കുക അത് ശരിയല്ല, അങ്ങനല്ല സ്പിരിച്വൽ. ഈ പറയുന്നവരെല്ലാം സ്കാമിൽ ഉൾപ്പെടുകയാണ്. പണത്തിൻ്റെ സ്കാം, ആ സ്കാം, അതേപോലെ തന്നെ FCRയുടെ ഒക്കെ പണം ഈ പറയുന്ന പല ഹിന്ദു സംഘടനകളും കൊണ്ടുപോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ചാരിറ്റി ചെയ്യുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യം. എനിക്കറിയാവുന്ന പല ആൾക്കാരുമുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളായ പല ആൾക്കാർ ഹിന്ദു സംഘടനയിൽപ്പെട്ടവർ ചാരിറ്റി ചെയ്യുന്നവരെ എനിക്കറിയാം, നല്ലപോലെ ചെയ്തു പോകുന്നവരുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം തട്ടിപ്പും വെട്ടിപ്പും യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഇന്ത്യൻ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, കത്തോലിക്ക സഭയോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ആദ്യം കത്തോലിക്ക സഭ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നിങ്ങൾക്കറിയാം ഛത്തീസ്ഗഡിൽ, അതേപോലെ മധ്യപ്രദേശിൽ പലയിടത്തും അവിടെ ഈ ക്രിസ്ത്യാനികളെ അവർ മരിച്ച ശേഷം അവരുടെ ഗ്രേവി യാർഡ്, അതായത് അവർ ശവസംസ്കാരം നടത്താൻ പോലും അവിടെയുള്ള ലോക്കൽ ആൾക്കാർ, അഡ്മിനിസ്ട്രേഷനും ഈ കോടതി അനുവദിച്ചിട്ടാണ് പിന്നെ നടത്തിയത്. ആലോചിച്ച് നോക്കുക. അപ്പം അങ്ങനെ അവിടെ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായ സമയത്ത് പിന്നെ കോടതി ഇടപെട്ടിട്ട് അവർക്ക് അടക്കാനുള്ള സംഭവം കിട്ടി. നാളെ ഇതൊക്കെ കേരളത്തിൽ വരുത്തില്ല എന്ന് കേരളത്തിലെ കാത്തലിക് ബിഷപ്പിനും മെത്രാന്മാർക്കും, കാരണം ഇഷ്യൂ ഉണ്ടാക്കാം. പല ശവക്കല്ലറയും മാറ്റണമെന്ന് പറയും, അവിടെ അടക്കരുതെന്ന് പറയും. പലയിടത്തും റാസ പ്രൊസഷൻ നടത്താൻ പറ്റത്തില്ലെന്ന് പറയും, ശബ്ദം മലിനീകരണം എന്ന് പറയും. ഇത് മറ്റുള്ള രീതിയാണ്, തെറ്റാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദു രാജ്യമാണ്. ഇതേപോലെയുള്ള പല ആൾക്കാർ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ നോർത്ത് ഇന്ത്യയിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലും ഉണ്ടാക്കും. ഒരു കാര്യം പറയാം, ദുർഗയിലെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ BJP നേതാക്കൾ പെട്ടെന്ന് ഓടി വന്നു. ആദ്യം ഇതൊരു നാഷണൽ ഇഷ്യൂ ആയപ്പോഴാണ് അവർ ഓടി വന്നത്. ഈ പറയുന്ന പാർട്ടിക്കാരൻ്റെ ആൾക്കാർ തന്നെയല്ലേ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്? ഈ പറഞ്ഞ പാർട്ടിക്കാരൻ്റെ ആൾക്കാർ തന്നെയല്ലേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ബഹളം ഉണ്ടാക്കിയത്? അവർ മതപരിവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ മുഖം മൂടിയിടാൻ ശ്രമിക്കുകയാണ്. അവർ മുഖാന്തരമാണ് ഇറക്കി വിട്ടത്. മനസ്സിലാക്കുക, കപടതയും കള്ളത്തരവും കാണിക്കുന്നവനെ നിങ്ങൾ മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. കേരളത്തിൽ അതിനൊരു സാധ്യത നിങ്ങൾ കൊടുക്കാതിരിക്കുക. PC ജോർജ് പറഞ്ഞാലും, ചില ക്രിസ്ത്യാനികൾ അതിൻ്റെ അകത്ത് മത്സരിച്ചു എന്ന് പറഞ്ഞാലും, കാസ എന്ന് പറഞ്ഞാലും, ഇവരെല്ലാം യൂദാസിനേക്കാളും വലിയ യൂദാസാണ്. അതായത് കൃത്യമായിട്ട് പറയാം, വിശുദ്ധവാരം നടക്കുകയാണ്. അതായത് ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഒരു വർഷത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദുഃഖവെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. നിങ്ങൾ ഇവരെ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വരാൻ പോകുന്ന ദിവസം അധോഗതിയുടെ ദിവസങ്ങളാണ്. മറ്റൊരു കാര്യം, ആൾക്കാർ ഈ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നു, എന്താണ് ക്രിസ്ത്യൻ സഭ കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത്? ചില പമ്പര വിഡ്ഢികളൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഒരു കാര്യം എടുക്കുക. ഇപ്പോൾ കേരളത്തിലൊരു ഗവൺമെൻറ് ഓഫീസിലോട്ടൊന്ന് കയറി ചെന്ന് നോക്കുക. ആ ഓഫീസിനകത്ത് എത്ര പേരുണ്ട് എന്ന് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുക. നിങ്ങൾ റിസർച്ച് ചെയ്യുക. അതിനകത്ത് ഈ പറയുന്ന ഒരു 10 പേര് ഗവൺമെൻറ് ഓഫീസിലുണ്ട് എങ്കിൽ അതിനകത്ത് 6 പേരും ബാക്ക്വേർഡ് ക്ലാസ്സും ഈ പറയുന്ന ദളിറ്റ്സും ഉൾപ്പെടുന്നവരാണ്. അതിന് കാരണം എന്താ ഉണ്ടായത്? അതെന്തുകൊണ്ടുണ്ടായി? കാരണം അവന് എഡ്യൂക്കേഷൻ കിട്ടി, അതുകൊണ്ടാണ് അതുണ്ടായത്. ആ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള പ്രേരണ എവിടുന്നാണ്? ഉറപ്പായിട്ടും ഈ പറയുന്ന കാത്തലിക് ക്രിസ്ത്യൻ മിഷൻസാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ ഈഴവരെയാണ് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് നായർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ്. കാരണം അവൻ രക്ഷപ്പെട്ടില്ല, ഇവൻ നന്നായി. കാരണം ഏറ്റവും കൂടുതൽ ഈഴവരും ബാക്ക്വേർഡ് ക്ലാസ്സും ഈ പറയുന്ന നായന്മാരുടെയൊക്കെ ജോലിക്കാരായിട്ടും വളരെ ഈ രീതിയിലൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അല്ല, കുടിയാന്മാരായിട്ടും സ്ഥലവുമില്ല, വസ്തുവില്ല, ഒന്നുമില്ല. അവനങ്ങോട്ട് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ജോലിക്കാരനായി മാറി. ഈ പറയുന്ന ജനറൽ റിസർവേഷൻ്റെ അകത്ത് പോലും നായർ കമ്മ്യൂണിറ്റിക്കും കേരളത്തിലെ അപ്പർ കാസ്റ്റിനും കയറാൻ പറ്റത്തില്ല. പല ക്രിസ്ത്യാനികൾക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ റിസർവേഷൻ്റെ അകത്ത് പ്രശ്നമുണ്ട്.
പക്ഷെ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മോദി റിസർവേഷനെ കയറി ടച്ച് ചെയ്യാത്തത്. എന്ന് റിസർവേഷനെ മോദി ടച്ച് ചെയ്യുന്നു, അന്ന് മോദിയുടെ പൊളിറ്റിക്സ് അവസാനിക്കുക. അത് BJPയുടെ പൊളിറ്റിക്സ് അന്നോട് തീരെ. കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ സമയത്ത്, അതായത് അത് ഗവൺമെൻറ് അത് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലും പ്രത്യേകിച്ച് ഡൽഹിയിലും അപ്പർ കാസ്റ്റ് വരണ്ടുപോയി അവർ ആ സംഭവം. എന്താണ് ഈ നോട്ടിഫിക്കേഷൻ്റെ അകത്ത്? ആ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും കോർട്ട് ഇടപെട്ട് ഇപ്പോൾ ഇന്ത്യയിലെ കോർട്ടിൻ്റെ കാര്യം വലിയ ഗതികേടാണ്. അതൊരു ചെറിയ സ്റ്റേ എന്ന് പറയുന്നതല്ലാതെ ഇത് ഫർദർ ഇതുണ്ടാകുക തന്നെ ചെയ്യും. ഇത് ഈ പറയുന്ന നോട്ടിഫൈ ചെയ്ത സംഭവം വരിക തന്നെ ചെയ്യും. ഞാൻ ഈ പറയുന്ന മറ്റൊരു ആംഗിളിലോട്ട് വരികയാണ്. ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ പറയാം. അതായത് വെസ്റ്റ് ബംഗാൾ, അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ സിലിഗുഡി എന്ന് പറയുന്നത് നോർത്തേൺ ബംഗാൾ സൈഡാണ്. ആ നോർത്തേൺ ബംഗാളിൻ്റെ സൈഡിൽ BJPക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ ഈ നോർത്തേൺ ബംഗാളിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലോട്ടും ഡാർജിലിങ്ങിലോട്ടൊക്കെ പോകുന്ന വഴി അവിടെ നിങ്ങളൊന്ന് പോയി വിസിറ്റ് ചെയ്യണം. ആ ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് പോയി കാപ്പാങ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പല ഗ്രാമങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പോയി വിസിറ്റ് ചെയ്യണം. ഈ വിസിറ്റ് ചെയ്യുമ്പോഴാണ് സിലിഗുഡി എന്ന മേഖലയിൽ നിന്നും നോർത്ത് ബംഗാളിൽ നിന്നും നോർത്ത് ഈസ്റ്റിലോട്ട് അങ്ങോട്ട് കയറുമ്പോൾ ഈ പറയുന്ന ഏറിയ, കാരണം കൂടുതലും ഈ നേപ്പാളി ഗൂർഖകളാണ് പണ്ട് ഒരു രാജ്യമായിരുന്നു, ആ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എൻട്രി ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്താണ് ഇന്ത്യ, എന്താണ് നോർത്ത് ഈസ്റ്റ്. സിമ്പിളായത്. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ബുദ്ധിസ്റ്റുകളാണോ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്, അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുണ്ടായിരുന്നു. സിക്കിം എടുക്കാം, സിക്കിമിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകളല്ലായിരുന്നു, ഹിന്ദുക്കളായിരുന്നു കൂടുതൽ. ഇന്ന് അവിടുത്തെ ഹിന്ദു ജനസംഖ്യ എവിടെ പോയി? ഇതിനെപ്പറ്റിയൊക്കെയാണ് സ്റ്റഡി ചെയ്യേണ്ടത്. അതായത് അവർക്കൊരു വാക്വം കയറി വരികയാണ്. ആ വാക്വത്തിനകത്തോട്ട് ഫില്ല് ചെയ്യാനുള്ള റിലീജിയസ് മോഡസ് ഓപ്പറൻഡി, എങ്ങനെയാണ് സ്പിരിച്വലായിട്ട് ഇവരെ എംപവർ ചെയ്യുന്നത്, അവിടെയാണ് പരാജയപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കൃത്യമായിട്ട് പറയുന്നൊരു സംഭവം, ഈ പറയുന്ന ഇന്ത്യയിലെ ദളിറ്റ്സിനെയും ബാക്ക്വേർഡ് ക്ലാസ്സിനെയും OBC, ഇവിടുത്തെ അപ്പർ കാസ്റ്റ്, അതായത് 6 സംഘപരിവാറിൻ്റെ ഏറ്റവും അജണ്ടയൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഇൻ്റലക്ച്വൽസൊക്കെ പറയുന്നതെല്ലാം അപ്പർ കാസ്റ്റാണ്. ഇവരെ അംഗീകരിച്ചില്ല എങ്കിൽ, അതായത് ഇവരെ സോഷ്യലി നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ പറയുന്ന അവർ വീണ്ടും ഈ ഏറ്റവും മോശമായിട്ട് പോകണമെന്നാണ് ഇവരുടെ താല്പര്യം. ഇതൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം, അതായത് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വരാനുള്ള സമയത്ത് ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദു മൈനോറിറ്റി ആകും. അത് മനസ്സിലാക്കുക. ഇന്ന് ഇന്ത്യയിലെ ദളിറ്റ്സും ആദിവാസികളും പറയുന്നില്ല അവർ ഹിന്ദുക്കളാണെന്ന്, കാരണം നിങ്ങൾ അവരെ കണക്ക് കൂട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ പറയാൻ പോകുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് കാത്തലിക് സഭയോട്, അതായത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഇഷ്ടം പോലെ ഇതേപോലെയുള്ള ഏകദേശം 4000-5000 കേസുകളാണ് ഈ പറയുന്ന ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും അച്ഛന്മാരോ, മലയാളികളായ അച്ഛന്മാരോ, ഈ കാത്തലിക് സമൂഹത്തിൽപ്പെട്ട ആൾക്കാരോ ഈ കേസ് കടന്ന് ഈ പള്ളികളിലോ ഈ പറയുന്ന പാസ്റ്റർമാർ ജയിലിൽ കിടന്ന പല ആൾക്കാരുമുണ്ട്. നിങ്ങൾ അവർ ഒരു പ്രാവശ്യമെങ്കിലും പോയി കണ്ടോ? എൻ്റെ ചോദ്യം, ഒരു പ്രാവശ്യം. കാരണം നിങ്ങളുടെ ധാരണ അവരൊന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, നിങ്ങളുടെ ഈ സാധനങ്ങൾ ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം പറയാം, ഈ പറയുന്ന ഇന്ത്യയിലെ ഈ ദളിറ്റ്സ് ഐഡി കൺവേർട്ട് ചെയ്ത് വന്ന അവരുടെ, അതായത് വിശ്വാസത്തിലോട്ട് വന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ആ ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടി കാത്തലിക് സഭ തയ്യാറാവണം. അത് ലോക്കലായിട്ടുള്ള അച്ഛന്മാരാണെങ്കിലും ബിഷപ്പ്മാരാണെങ്കിലും അവരെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു തരികിടയും നിങ്ങളെടുത്ത് നടക്കത്തില്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു ഭീഷണിയും നടക്കത്തില്ല. അതിന് ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിളാണ് ഛത്തീസ്ഗഡിൽ നടന്നത്. ആദ്യത്തെ അറ്റാക്ക്, പിന്നീട് അറ്റാക്ക്, പിന്നെ നിങ്ങൾ പിന്നെ ചിന്തിച്ചോണം എങ്ങനെയാണ് ഭീം ആർമി എങ്ങനെയാണ് വൈബ്രൻ്റ് ആയത്. ഉത്തർപ്രദേശ് ഒരു ചെറിയ ഭാഗത്തുള്ള സാധനമാണ്,
പെട്ടെന്നത് ഇന്ത്യയിൽ മുഴുവൻ, അത് നോർത്ത് ഇന്ത്യ മുഴുവനും ഭീമാർമി ഒരു ശക്തമായി അങ്ങ് മാറി. കാരണം ഈ പറയുന്ന പെന്തക്കോസുകാർ മുഴുവൻ അതിൻ്റെ അകത്തങ്ങ്, കാരണം ദളിറ്റ്സും ആദിവാസികൾ അതിനകത്ത് അങ്ങ് ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബജരാങ് ദൾ പേടിച്ചത്. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്ത് പള്ളികൾ അടിച്ചു കൊടുത്തേക്കുന്നതെല്ലാം കാത്തലിക്സിൻ്റെ. അവരുടെ കാരണം ഈ ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അറിയാം, അവർക്കറിയാം കാത്തലിക്സ് ഇതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ വിസിബിളി ഇവർക്ക് ഉണ്ടാക്കണം. പള്ളി അടിച്ച് പൊട്ടിക്കുന്നു, രൂപക്കൂട് അടിച്ച് പൊട്ടിക്കുന്നു, എന്നിട്ടത് സോഷ്യൽ മീഡിയയിലിടുന്നു. അതായത് വിസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. ഇവിടെയാണ് കാത്തലിക്സ് എടുക്കേണ്ട തീരുമാനം. അതായത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ BJPയും സംഘപരിവാർ അജണ്ട എന്ന് പറയുന്നത് വലിയൊരു പോയിസണാണ്. അവരുടെ നമ്പർ 1 എനിമി എന്ന് പറയുന്ന മുസ്ലിങ്ങളല്ല, അവരുടെ നമ്പർ 1 എനിമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ തന്നെയാണ്. അവർക്ക് ഭീഷണിയാണിത്. അവർക്കറിയാം അവരുടെ കയ്യിൽ നിന്ന് ഈ ഗെയിം പോകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഇത് തടഞ്ഞു നിർത്താം, അതിൻ്റെ പേരിലാണ് FCRA ഇതേപോലെയുള്ള പല നിയമങ്ങളും കൊണ്ടുവരുന്നത്. ഇവിടെ നടപടിയെടുക്കുകയാണിത് കാത്തലിക് സഭ. ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലുള്ള, അതായത് വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ സഭയുമായിട്ട്, അതായത് അവർക്ക് നേതൃത്വം കൊടുക്കണം. അവർക്ക് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ സഭയ്ക്കൊന്നും നേതൃത്വം കൊടുക്കാൻ ആൾക്കാരില്ല. കാരണം എല്ലാം ബാക്ക്വേർഡ് ക്ലാസ് മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർക്ക് നേതൃത്വവും മാനേജ്മെൻറ്റും, അതായത് ഒരു ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയും ഈ പുല്ല് നടക്കാൻ പോകുന്നില്ല. അതാണ് ഈ വിശുദ്ധ വാരത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് ക്രൈസ്തവരെടുക്കേണ്ട തീരുമാനം.